ഹായ് എവരി വൺ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. അതായത് മൗലികാവകാശങ്ങളും റിട്ടുകളെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമുക്ക് എന്നുള്ളത് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലേ മൗലികാവകാശങ്ങൾ. നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കുകയാണ്. മൗലികാവകാശങ്ങൾ. സ്വാതന്ത്ര്യം എന്നതൊരു വ്യക്തിയുടെ അവകാശമാണ്. ഈ തത്വത്തെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണ് മൗലികാവകാശങ്ങൾ. അതായത് സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. ഈ തത്വത്തെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണ് മൗലികാവകാശങ്ങൾ. ഭാഗം 3 മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭാഗം 3 അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ മൗലികാവകാശങ്ങൾ കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മാഗ്ന കാർട്ട, ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മാഗ്ന കാർട്ട, ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശങ്ങളാണ്. കടമെടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത്. പരമപവിത്രം എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്, അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളെ പരമപവിത്രം എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച ഒരു കേസ് ഉണ്ട്. ഏതാണ്? ഗോലക്നാഥ് കേസ്. 1967 ഗോലക്നാഥ് കേസാണ്. 1967 ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ മൗലികാവകാശങ്ങൾ, ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ പരമപവിത്രമാണ് എന്നാണ് പറഞ്ഞത്. പരമപവിത്രം എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് ഗോലക്നാഥ് കേസാണ് 1967. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിൽ വേണ്ട ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷമാണ് കേട്ടോ. 3/2 പേരുടെ ഭൂരിപക്ഷമാണ്. സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൗലികാവകാശങ്ങളിൽ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മൗലികാവകാശങ്ങൾ മാറ്റം വരുത്താം, പക്ഷെ അതിന് ഒരു സിമ്പിൾ മെജോറിറ്റി പോരാ. ഒരു സ്പെഷ്യൽ മെജോറിറ്റി 3/2 പേരുടെ ഭൂരിപക്ഷം നിർബന്ധമായും വേണം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത്, അതായത് 1950 ജനുവരി 26 നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഈ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെൻറ്റിന് ലഭിച്ചത് എത്ര അനുച്ഛേദ പ്രകാരമാണെന്നൊരു ചോദ്യമുണ്ട്. ഏതാണ്? 1971 24 ഭേദഗതി പ്രകാരമാണ് കേട്ടോ. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെൻറ്റിന് ലഭിച്ചത് എത്ര അനുച്ഛേദ പ്രകാരമാണ്? അതായത് 1971 24 ഭേദഗതി പ്രകാരമാണ് അത് സാധിച്ചത്. അതിനകത്ത് പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് വി വി ഗിരിയാണ്. പ്രധാനമന്ത്രിയോ? ഇന്ദിരാഗാന്ധി. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലായിരുന്നു പാർലമെൻറ്റിന്. എന്നാൽ നമ്മുടെ നിയമനിർമ്മാണ സഭയായിട്ടുള്ള, ഇന്ത്യയിലെ പരമോന്നത നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെൻറ്റിന് ഇത് മാറ്റം വരുത്താൻ അവർക്കൊരു അധികാരം കിട്ടിയതെന്നാണ് 1971 24 ഭേദഗതി പ്രകാരമാണ്. 1971 24 ഭേദഗതി. ആ സമയത്ത് പ്രസിഡന്റ് ആരാണ്? നമ്മുടെ രാഷ്ട്ര തലവൻ ആരായിരുന്നു? വി ഗിരിയാണ്. പ്രധാനമന്ത്രിയോ? ഇന്ദിരാഗാന്ധി അല്ലേ. 1966 മുതൽ 77 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നില്ലേ അല്ലേ പ്രധാനമന്ത്രി? 66 മുതൽ 77 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശം റദ്ദാക്കാനുള്ള അധികാരം ആർക്കാണ്? അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. ഇത് ആർക്കാണ് ഇതിൻ്റെ അധികാരം എന്നുള്ളതാണ്. ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ രാഷ്ട്രപതിക്ക് റദ്ദാക്കാൻ കഴിയാത്ത അനുച്ഛേദങ്ങളുണ്ട്, ആർട്ടിക്കിളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശത്തിലെ 2 ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും രാഷ്ട്രപതിക്ക് റദ്ദാക്കാൻ കഴിയില്ല. ഏതൊക്കെയാണ്? 20ഉം 21ഉമാണ് കേട്ടോ. 20ഉം 21ഉമാണ്. ആർട്ടിക്കിൾ 20, 21 ഇവ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഭേദഗതി ഏതായിരുന്നു? 1978 44 ഭേദഗതിയാണ്. 1978 44 ഭേദഗതിയാണ്. അന്ന് പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രിയോ? മൊറാർജി ദേശായി. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണല്ലേ മൊറാർജി ദേശായി. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. ഇവ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഭേദഗതി ഏതാണ്? 1978 44 ഭേദഗതി. അന്ന് പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രിയോ? മൊറാർജി ദേശായി അല്ലേ.
ഇനി നമ്മുടെ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് കഴിയുമെന്നുള്ള ഭേദഗതി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഏതാണ്? 1971 24 ഭേദഗതി അല്ലേ? അന്ന് ആരാണ് പ്രസിഡന്റ്? VV ഗിരി. പ്രധാനമന്ത്രിയോ? ഇന്ദിരാഗാന്ധി. അടുത്തത് അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ തന്നെ റദ്ദാക്കപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 19 നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അതായത് രാഷ്ട്രപതിയുടെ ഇടപെടലൊന്നും വേണ്ട, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കലി റദ്ദായിപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടുന്നത് ഏത് അനുച്ഛേദത്തെ മുൻനിർത്തിയാണ്? 358 കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ തന്നെ റദ്ദാക്കപ്പെടുന്നതാണ് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ, ആർട്ടിക്കിൾ 19 പറയുന്നത്. ഇത് റദ്ദാക്കപ്പെടുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തെ, ഏത് ആർട്ടിക്കിളിനെ മുൻനിർത്തിയാണെന്ന് ചോദ്യം വന്നാൽ ഉത്തരം 358. അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതി മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നത് ഏത് അനുച്ഛേദത്തെ മുൻനിർത്തിയാണ്? അതായത് രാഷ്ട്രപതി മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത് ഏത് അനുച്ഛേദത്തെ മുൻനിർത്തിയാണ്? 359. രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ റദ്ദ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ മൗലിക സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 19. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും രാഷ്ട്രപതിക്ക് റദ്ദാക്കാൻ കഴിയാത്ത ഭേദഗതികൾ ഏതൊക്കെയാണ്? അതും നമ്മൾ പറഞ്ഞു. 20, 21. ഇത് ഉറപ്പാക്കിയ ഭരണഘടനാ ഭേദഗതി 1978 44 ഭേദഗതി. ഇനി നമ്മുടെ മൗലികാവകാശം തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു. നിലവിൽ 6 ഉള്ളൂ. റദ്ദാക്കിയ മൗലികാവകാശം ഏതാണ്? എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. സ്വത്തവകാശമാണ്. സ്വത്തവകാശം റദ്ദ് ചെയ്യപ്പെട്ടു. സ്വത്തവകാശം മാറ്റി. സ്വത്തവകാശം അതൊരു നിയമാവകാശമായി. അത് 300A കേട്ടോ. 300A. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി ഏതാണ്? 44 ഭേദഗതി 1978. 1978 44 ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശമായിരുന്നപ്പോൾ പ്രതിപാദിച്ചു കൊണ്ടിരുന്ന അനുച്ഛേദം ഏതാണ്? അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 7 മൗലിക അവകാശങ്ങൾ നമുക്കുണ്ടായിരുന്നു. അന്നേരം ഏതായിരുന്നു ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഏതാണ്? 31. സ്വത്തവകാശം നിയമാവകാശമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 12 കേട്ടോ. 12 ഭാഗം 12. ഈ ഭാഗം 12 വസ്തു, കരാർ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭാഗം 12 പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ സ്വത്തവകാശം നിയമാവകാശമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. 6 ഉള്ളത്. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി 14 മുതൽ 18 വരെ അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ അല്ലേ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെ? 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29, 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് 14, 18, 19, 22, 23 മുതൽ 24 വരെ, 25 മുതൽ 28 വരെ, 29, 30, 32 അല്ലേ? ആദ്യം 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. സ്വത്തവകാശം പിന്നീട് എടുത്തു മാറ്റി. 1978 44 ഭേദഗതി പ്രകാരം അത് എടുത്തു മാറ്റി നിയമാവകാശമാക്കി. 300A ഭരണഘടനാ ഭാഗം 12. 1978 44 ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്. ആ സമയത്ത് പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 12, 13, 14, 15, 16, 17, 18. അനുച്ഛേദം 12 സ്റ്റേറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നു അല്ലേ? സ്റ്റേറ്റിനെ പറ്റി യൂണിയൻ, സ്റ്റേറ്റ്, ഇവിടെ ഉൾപ്പെടുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള സ്റ്റേറ്റിൻ്റെ ഏജൻസികളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏതാണ്? 12. അനുച്ഛേദം 13 ജുഡീഷ്യൽ റിവ്യൂ. നമ്മുടെ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റ് നിയമിക്കുന്ന നിയമങ്ങൾ ഭരണഘടന പ്രകാരമല്ലേ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. അടുത്തത് നമ്മുടെ അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 നിയമവാഴ്ച, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലെ? ഇക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ.
അനുച്ഛേദം 15 ആർട്ടിക്കിൾ 15 എന്തിനാണ്? ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ജാതി, മതം ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു റേസ്, കാസ്റ്റ്, സെക്സ് ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15. അടുത്തത് ആർട്ടിക്കിൾ 16 അവസര സമത്വം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ. തൊഴിൽ മേഖലയിൽ, സർക്കാർ മേഖലയിൽ ഈ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും അവസര സമത്വം ഉണ്ടായിരിക്കണം അല്ലേ, അവസര സമത്വം. അനുച്ഛേദം 17 എന്താണ്? അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയുള്ള അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ. മഹാത്മാഗാന്ധി കി ജയ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 17 കേട്ടോ. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയുള്ള ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം 17 ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ ഒഴിവാക്കുക അല്ലേ. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പദവി നാമങ്ങൾ ഒഴിവാക്കുക, അനുച്ഛേദം 18. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 20, 21, 21A, 22, 23, 24. 20 എന്താണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. അനുച്ഛേദം 20 പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി അല്ലെ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 21A വളരെ പ്രധാനം, വിദ്യാഭ്യാസം മൗലികാവകാശമായി. വിദ്യാഭ്യാസം ആദ്യം ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതില്ലായിരുന്നു. വിദ്യാഭ്യാസം മൗലികാവകാശമായി. പ്രായപരിധി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. പ്രായപരിധി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയ്ക്കെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയ്ക്കെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 എന്താണ്? അടിമത്വം, മനുഷ്യക്കടത്ത് എന്നിവയ്ക്കെതിരെ. ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേലയ്ക്കെതിരെ. ആർട്ടിക്കിൾ 24 ബാലവേലയ്ക്കെതിരെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 25, 27, 29, 30, 33, 34, 35. 25 എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം. 27 മതപ്രചാരണത്തിന് ആരിൽ നിന്നും നികുതി ഈടാക്കാൻ പാടില്ല. 29 ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം. 30 എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെയും നടത്തിപ്പിനെയും പറ്റി. അതായത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും അതിനെ നടത്തിക്കൊണ്ട് പോകുന്നതും ഒരു മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 30 പ്രകാരം. ആർട്ടിക്കിൾ 33 മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അവകാശം. ആർട്ടിക്കിൾ 33 മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 33. 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അവകാശം. ആർട്ടിക്കിൾ 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം. 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. ഇനി നമ്മൾ മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ നമ്മൾ റൈറ്റ് ടു ഫ്രീഡം ആണ് പറയുക. എന്നാൽ നമ്മുടെ മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 ഒരു 6 പോയിന്റ് പറയുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങളായിട്ട് പഠിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു, നിലവിൽ 6 ഒഴിവാക്കിയത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, 19F, അതൊഴിവാക്കി. അത് പറയപ്പെടുന്ന വേറെ തന്നെയുള്ള ആർട്ടിക്കിൾ ഏതാണ്? അത് 31. സ്വത്തവകാശം മൗലികാവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 31. എന്നാൽ അത് മൗലിക സ്വാതന്ത്ര്യത്തിൽ ആർട്ടിക്കിൾ 19F പറയുന്നുണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ 6 ഉള്ളത്. 19F ഒഴിവാക്കിയ ഭേദഗതി 1978 44 ഭേദഗതി. ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഇനി നമ്മൾ നിലവിലുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പഠിക്കുകയാണ്. 19A അഭിപ്രായ സ്വാതന്ത്ര്യം. നമുക്കൊരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. 19B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ആയുധങ്ങളില്ലാതെ
സമാധാനപരമായി സമ്മേളിക്കുക. 19 സംഘടനകൾ രൂപീകരിക്കുക. 19 സഞ്ചാര സ്വാതന്ത്ര്യം. 19 ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 19 മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. മൗലിക അവകാശങ്ങളും അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ചോദ്യം നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തം, തൊട്ടുകൂടായ്മയ്ക്കെതിരെ എന്നിവയ്ക്കുള്ള അനുച്ഛേദം അല്ലേ. ഇന്ത്യയിൽ അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ നിലനിൽക്കുന്ന നിയമം ഏതാണ്? പൗരാവകാശ സംരക്ഷണ നിയമം. നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോവുകയാണ്. ഇന്ത്യയിൽ അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ നിലനിൽക്കുന്ന നിയമം പൗരാവകാശ സംരക്ഷണ നിയമം. പൗരാവകാശ സംരക്ഷണ നിയമം 1955 മെയ് 8 നിലവിൽ വന്നു. 1955 മെയ് 8 നിലവിൽ വന്നു. പേര് സ്വീകരിച്ച വർഷം, അതായത് ഇപ്പോൾ ആദ്യത്തെ പേര് പൗരാവകാശ സംരക്ഷണ നിയമം എന്നായിരുന്നില്ല, അൺടച്ചബിലിറ്റി ആക്ട് ആയിരുന്നു. പിന്നീട് അത് പൗരാവകാശ സംരക്ഷണ നിയമം എന്നായി മാറിയത്, സ്വീകരിച്ച വർഷം 1976. അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മളൊന്ന് പറയുകയാണ്. വകുപ്പ് 3 ആരാധനാലയങ്ങളിൽ അയിത്തം കൽപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം. ആരാധനാലയങ്ങളിൽ അയിത്തം കൽപ്പിക്കുന്നതിനെതിരെ. വകുപ്പ് 4 എന്താണ്? കടകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് പൊതുയിടങ്ങളിൽ എന്നിവിടങ്ങളിൽ അയിത്തം കൽപ്പിക്കുന്നതിനെതിരെ. വകുപ്പ് 5 ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അയിത്തത്തിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നത് കുറ്റമാണ്. മനസാക്ഷി, നട്ടെല്ല് എന്നറിയപ്പെടുന്ന മൗലികാവകാശത്തിലെ ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം 19 ആണ് കേട്ടോ. റൈറ്റ് ടു ഫ്രീഡം ആണ് മനസാക്ഷി, നട്ടെല്ല് എന്നറിയപ്പെടുന്ന അനുച്ഛേദം. അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി അല്ലേ, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ, ആർട്ടിക്കിൾ 21. മൗലികം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 32, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, പരിഹാര പ്രതിവിധിക്കുള്ള അവകാശം തരുന്നത് അല്ലേ. വിവരാവകാശ നിയമരൂപീകരണത്തിന് കാരണമായ ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 19 ആണ് കേട്ടോ. 19 ആണ്. പരോക്ഷമായി പത്രസ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 19A. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, അതാണ് കേട്ടോ 19A. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുവാനുള്ള അവകാശം മൗലികാവകാശമായി പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏത് ആർട്ടിക്കിളിനെ മുൻനിർത്തിയാണ്? ആർട്ടിക്കിൾ 19 മുൻനിർത്തിയാണ്. സ്വകാര്യത മൗലികാവകാശമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദത്തെ മുൻനിർത്തിയാണ്? സ്വകാര്യത മൗലികാവകാശമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദത്തെ മുൻനിർത്തിയാണ്? ആർട്ടിക്കിൾ 21 ആണ്. പലരും 19 ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 21. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം അതും 21. വിദ്യാഭ്യാസ അവകാശ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം നമ്മൾ പറഞ്ഞു അല്ലേ, 21A. ഇനി നമ്മൾ ആ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പറ്റി ഒന്ന് ചെറുതായിട്ട് പറയുകയാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടായത്. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയ ഭേദഗതി എപ്പോഴാണ്? 2002 86 ഭേദഗതിയാണ്. അന്നത്തെ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. അബുൽ പക്കീർ ജൈനുലാബുദ്ദീൻ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി 5 വർഷം തികച്ച ആദ്യ പ്രധാനമന്ത്രിയല്ലേ AB വാജ്പേയി. മറ്റ് പലരും ആയിട്ടുണ്ടെങ്കിലും 5 വർഷം തികച്ച് ഭരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ, AB വാജ്പേയി. ഭേദഗതി ബില്ല് ഏതാണ്? 93ാമത്തെ ഭേദഗതി ബില്ല്. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009, അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയ ഭേദഗതി 2002 86 ഭേദഗതി. ആ സമയത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഭേദഗതി ബിൽ 93. ന്യൂനപക്ഷം എന്ന വാക്ക് ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏത് അനുച്ഛേദത്തിലൂടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അനുച്ഛേദം 29. അനുച്ഛേദം 32 ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് സ്ഥിരം ചോദ്യമാണ്.
ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി നമ്മൾ റിട്ടുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഉപകരണമാണ് റിട്ടുകൾ. ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന്. മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. റിട്ടുകൾ നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്ന്. പദങ്ങൾ ലാറ്റിൻ പദമാണ്. ഏത് മൗലികാവകാശത്തെ മുൻനിർത്തിയാണ് ഭരണഘടനാപരമായ പ്രതിവിധി? ആർട്ടിക്കിൾ 32 ആണ്. ഏതെല്ലാം കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം? ഏതെല്ലാമാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഏറ്റവും കൂടുതൽ അധികാരം റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ളത് ഹൈക്കോടതിക്കാണ്. അധികാരപരിധി കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്. അധികാരപരിധി. സ്ഥലപരിധി സുപ്രീം കോടതിക്ക് തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. റിട്ടുകളുടെ എണ്ണം 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ആദ്യം ഹേബിയസ് കോർപ്പസ്. അർത്ഥം ശരീരം ഹാജരാക്കുക. കാണാതായ ഒരാളെ ഹാജരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായി രൂപമെടുത്തത് മാഗ്ന കാർട്ടയിലാണ്. 1215 മാഗ്ന കാർട്ടയിലാണ് ആദ്യമായി രൂപമെടുത്തത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തെ റിട്ട് മാൻഡമസ്. അർത്ഥം നാം കൽപ്പിക്കുന്നു. വെയ്ക്കനിങ് കോൾ, ഉണരുവാനുള്ള വിളി എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യം കൃത്യമായി നിറവേറ്റുന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് ആ ജോലി എടുപ്പിക്കാനുള്ള കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് മാൻഡമസ്. കൽപ്പിക്കുകയാണ്, നീ നിൻ്റെ ജോലി ചെയ്തോണമെന്നുള്ളത്. അതാണ് മാൻഡമസ്. അടുത്ത നമ്മുടെ റിട്ടാണ് കോ വാറന്റോ. അർത്ഥം എന്ത് അധികാരം. അതിൽ തന്നെയുണ്ട്. ആദ്യമായി രൂപമെടുത്തത് ഇംഗ്ലണ്ടിലാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഫയൽ ചെയ്യാൻ കഴിയുന്ന റിട്ട് ഹർജിയാണ് കോ വാറന്റോ കേട്ടോ. അതായത് അധികാരത്തിലില്ലാതൊരാൾ, അതായത് അനധികൃതമായി ഒരു സ്ഥാനത്ത് കയറി ഇരുന്നാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു അധികാരം, ഒരു റിട്ടാണ് കോ വാറന്റോ. ഏതൊരു ഇന്ത്യൻ പൗരനും പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഫയൽ ചെയ്യാൻ കഴിയുന്ന ഹർജിയാണ് കോ വാറന്റോ. അടുത്തത് പ്രൊഹിബിഷൻ. അർത്ഥം തടയുക, നിർത്തിവെക്കുക. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അർത്ഥം തടയുക, നിർത്തിവെക്കുക. ഏതെങ്കിലും ഒരു കോടതി, അതായത് തൻ്റെ അധികാരപരിധി, ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാരപരിധി വിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുവെന്ന് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ തോന്നിയാൽ അവർ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. തടയുക, നിർത്തിവെക്കുക. കീഴ്ക്കോടതികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്നൊരു റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്തത് സെർഷ്യോററി. അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക. ഇതും കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കീഴ്ക്കോടതികളിലേക്ക് ഒരു കേസിൻ്റെ വിവരങ്ങൾ മേൽക്കോടതിയിലേക്ക് കൈമാറാൻ നൽകുന്ന റിട്ടാണ് സെർഷ്യോററി. അതിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക. നമ്മൾ 5 റിട്ടുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. എല്ലാ ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ലഭിച്ച വർഷം 1950 ആണല്ലേ. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ശേഷം 1950 എന്നാൽ 1950 വരെ അധികാരമുണ്ടായിരുന്ന ഹൈക്കോടതികളുണ്ട്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്, പലർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യനാണ്. 1950 വരെ അധികാരമുണ്ടായിരുന്ന ഹൈക്കോടതികൾ ഏതൊക്കെയാണ്? ബോംബെ, മദ്രാസ്, കൽക്കട്ട. ഇനി നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഒന്ന് നോക്കുകയാണ്. അനുച്ഛേദം 32 ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി നമ്മൾ പറയുകയാണ്. ഡോക്ടർ BR അംബേദ്കർ. മനസ്സാക്ഷി, നട്ടൽ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 19 നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലേ. അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി അല്ലേ. മൗലിക അവകാശങ്ങളിൽ മൗലികം എന്നറിയപ്പെടുന്ന അനുച്ഛേദം 32 ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം അല്ലേ. മഹാത്മാഗാന്ധി കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദം ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. പൗരാവകാശ സംരക്ഷണ നിയമ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം അതും ആർട്ടിക്കിൾ 17 ആണ്. ഇന്ത്യയിൽ അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ നിലനിൽക്കുന്ന നിയമം ഏതാണ്?
പൗരാവകാശ സംരക്ഷണ നിയമം തന്നെ. മഹാരാജ, രാജ് ബഹദൂർ, ദിവാൻ ബഹദൂർ എന്നീ പദവികൾ റദ്ദാക്കിയ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 18. നമ്മൾ പറഞ്ഞല്ലേ, പദവി നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. പരോക്ഷമായി പത്രസ്വാതന്ത്ര്യം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? പരോക്ഷമായി പത്രസ്വാതന്ത്ര്യം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? 19A ആണ്. ആർട്ടിക്കിൾ 19A ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ. വിവരാവകാശ നിയമ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ 19 ആണ്. റൈറ്റ് ടു ഫ്രീഡം അല്ലേ. സഹകരണ സംഘങ്ങളുടെ രൂപീകരണം മൗലികാവകാശമായത് എത്ര അനുച്ഛേദ പ്രകാരം? അതും ആർട്ടിക്കിൾ 19 ആണ്. അതും ആർട്ടിക്കിൾ 19 ആണ്. സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ്. സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ ഇടവേളയിലാണ്? KS പുട്ടുസ്വാമി കേസ് വിസസ് യൂണിയൻ ഗവൺമെൻറ് ആണ് കേട്ടോ. KS പുട്ടുസ്വാമി വിസസ് യൂണിയൻ ഗവൺമെൻറ് കേസിലാണ് ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടുള്ളത് കേട്ടോ. സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ആ ദിവസം, വർഷവും ദിവസവും എന്നാണ് 2017 ഓഗസ്റ്റ് 24 9 വർഷങ്ങൾക്ക് മുന്നേ. 2017 ഓഗസ്റ്റ് 24 9 അംഗ ബെഞ്ചാണ് കേട്ടോ. ഒരു വിശാല ബെഞ്ചായിരുന്നു പ്രഖ്യാപിച്ചത്. വിശാല ബെഞ്ചാണ്. അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ തന്നെ റദ്ദാക്കപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 19 ആണ്. റൈറ്റ് ടു ഫ്രീഡം അല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലേ. അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിക്ക് റദ്ദാക്കാൻ കഴിയാത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 20ഉം 21ഉം. 20ഉം 21ഉം. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 ഇവ റദ്ദാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി. ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അല്ലേ. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം എത്രാം അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 21. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം എത്രാം അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 21. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം? ആർട്ടിക്കിൾ 21. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 14, 19, 21. 14 എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണല്ലേ. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 അല്ലേ. ആർട്ടിക്കിൾ 19 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി അല്ലേ. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അല്ലേ. ആർട്ടിക്കിൾ 21. ഈ 14, 19, 21 ഈ 3 ആർട്ടിക്കിളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഈ 3 ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ സുവർണ ത്രികോണം. വിദ്യാഭ്യാസ അവകാശ നിയമ രൂപീകരണത്തിന് കാരണമായ അനുച്ഛേദം 21A അല്ലേ. 21A അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫ്രം ദ ഏജ് ഓഫ് 6 to 40 അല്ലേ. ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയ ഭേദഗതി 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി 93-ാം ബില്ല് 2002 അല്ലേ. ആ സമയത്തെ പ്രസിഡന്റ് ആരാണ്? അവുൽ പക്കീർ ജൈനുലാബുദ്ദീൻ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ആ സമയത്തെ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? എല്ലാവർക്കും അറിയാം, 24 മണിക്കൂർ. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം തടവിൽ വെക്കാൻ കഴിയും? ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം തടവിൽ വെക്കാൻ കഴിയും? 3 മാസമാണ്. 3 മാസമാണ് കേട്ടോ. 3 മാസമാണ്. കരുന്തൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലൻ. ലോക ബാലവേല ദിനം, ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ആണ് കേട്ടോ. ജൂൺ 12 ആണ്. ആദ്യമായി ആചരിച്ചു തുടങ്ങിയത് 2002 2002 മുതൽ ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര രഗ്മാർക്ക് 1994 മുതൽ 1994 കേട്ടോ. 1994 ആദ്യമേ തുടങ്ങിയത്. രഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ്. രഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ കൈലാഷ് സത്യാർത്ഥി, നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണല്ലേ. കൈലാഷ് സത്യാർത്ഥി. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ടോക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്.
ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ടോക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. ന്യൂനപക്ഷം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് അനുച്ഛേദത്തിലൂടെയാണ്? നമ്മൾ പറഞ്ഞു 29, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 29. അപ്പോൾ ഇത്രയൊക്കെയാണ് മൗലികാവകാശങ്ങളും റിട്ടുകളും എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും PSCക്ക് ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പരമാവധി പറ്റുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്